என் பிள்ளைங்களை பார்க்க விட மாட்டாங்க. என்னோட லைஃப்ஸ் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண அவனும் நானும் சேர்ந்து டிக் 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 படம் நடிக்கும் போது ஏன் பிள்ளைங்க நான் எப்படி விடுவேன்? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ രമേശ, എന്ത് പറ്റി നിനക്ക്? നിയമപരമായി വിവാഹമോചനം ലഭിക്കും വരെ അഭിനയിക്കില്ലെന്ന് തമിഴ് നടനായ രവി മോഹൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. இப்போதைக்கு நடிக்க முடியல, வேலை செய்ய முடியல. பட் இதுக்கப்புறம் டிவோர்ஸ் என்னைக்கு முடியுதோ அன்னைக்குதான் எனக்கு ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഭാര്യ ആരതി രവിയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹമോചന കേസ് അതിപ്പം കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 40 ലക്ഷം രൂപ മാസം ഇപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ. ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. 50 ലക്ഷം രൂപ தெரியுமா? 2 பேர் ஸ்கூல் ஃபீஸ். எத்தனை வருஷம் நான் கட்டி பார்த்துட்டு இருக்கேன். அவங்களுக்கு நல்ல லைஃப் கிடைக்கணும். എനിക്ക് ഈ പ്രശ്നം വയ്യ. എനിക്ക് குழந்தைய வச்சு ட்ராமா பண்ண பத்தி என் பாசத்தை பத்தி பேசாதீங்க. உங்க யாருக்கும் எதுவுமே தெரியாது. തളർന്നു പോയേട്ടാ. തന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പോലും കഴിയാത്ത കാര്യവും വികാരാധീനനായി രവി പറഞ്ഞു. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. என்ன சொல்றீங்களா? குழந்தைங்க மேல அன்பு இல்லைன்னு? பார்க்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. സ്കൂളിൽ ബോഡി ഗാർഡ് അനുപ്പുறாங்க. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നമ്മൾ പ്രതികരിക്കുന്നത് സ്വന്തം മക്കളെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്ന ഗുണ്ടകളെ വെച്ചുകൊണ്ട് ആരതി തന്റെ മക്കളെ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് അയക്കുന്നു. ഈ സ്ത്രീയുടെ തലക്കന്ന് താറാറില്ലല്ലേ? എൻ പസങ്ങ பார்க்கணும் இந்த வீடியோவை. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. எதுக்கு சுரண்டி ரத்தம் வர அளவுக்கு உயிர் போற அளவுக்கு சுரண்டுனா என்னங்க பண்றது ஒரு மனுஷன்? ആളൊരു ഭയങ്കര തന്നെ. എല്ലാ പുരുഷന്മാരും നല്ലവരല്ല, അതുപോലെ തന്നെയാണ് സ്ത്രീകളും. വളരെ ശാന്തനായ സാധുവായ ഒരാൾ കടുത്ത മാനസിക വിഷമം കാരണം പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. ഇപ്പൊ ഞാൻ വാടക വീട്ടിൽ ഇരിக்கிறேன். ഇപ്പൊ ജയൻ രവി സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആകെ ഒരു ദുരന്ത കഥയാണ്. ഇപ്പൊ ഞാൻ വാടക വീട്ടിൽ ഇരിக்கிறேன். அவங்க எல்லாம் நல்லா இருக்கு. കോടിക്കണക്കാன കടന്ന വീട്ടില് നല്ലതാണ്. ഇതിന്റെ ഒക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കും. நான் ഉയരോടെ இருக்கக்கூடாது. அவங்களுக்கு മാക്സിമം அதுதான். എടി ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. ഗായിക കെനിഷ ഫ്രാൻസിസുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരുന്നു. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? അത് കൃത്യമായി തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. വെറും സുഹൃത്ത് ആണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കണ്ടോ?